എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ സുഖമോ എന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയാണ് ഇന്ന് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അനുപല്ലവി ചരണവും ഒരേ സ്വരങ്ങൾ തന്നെയാണ്, ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അത് ഞാൻ ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ ടു നിൻ കടൽ തോടും, രണ്ട് ബീറ്റ് ഉണ്ട്. വൺ ടു നിൻ കടൽ, വൺ ടു സ അവിടെ വരണം. വൺ ടു സഗസ സഗസ, വൺ ടു സഗസ സഗസ, വൺ ടു നിൻ കടൽ, വൺ ടു നിൻ കടൽ, വൺ ടു തോടും നിസ 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 പനി 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 മാ, നിസ 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 വലിനി പനി 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 ചെറിനി മാ, വൺ ടു സഗസ സഗസ നിസ 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 പനി 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 മാ, നിൻ കടൽ തോടും സഗസ സഗസ നിസ 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 പനി 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 മാ, പനി വരുമ്പോ അവിടെ പനി 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 മാ, നിസ 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 വലിനി പനി 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 ചെറിനി മാ മാ, പിന്നെ ഹാഫ് നോട്ടാണ്. വൺ ടു വൺ ടു മൺതരികളും മൺതരിക മപനി സവലിനി, മൺതരികളും നിസരി മപനി സ നിസരി മപനി സ നിസരി മൺതരികളും ഇവിടെ മാ മാത്രം ഹാഫ് നോട്ട് വരും, പിന്നെ നീയൊക്കെ വലുത് തന്നെയാണ്. മംഗളദീലാകാശം മംഗള, വൺ ടു നിസരി ഗ വൺ ടു നിസരി ഗ മംഗള നീല ഗമപ മഗമ ഗമപ മോളാണ്, ഗമപ മഗമ നീല ഗരി ഗരി രി കാശവം ഗമപ മഗമ ഗരി രി നീലാകാശവും. മംഗള നീലാകാശവും. അപ്പൊ ഇത്രയും രണ്ട് തവണ വരും. അപ്പൊ ഞാൻ തുടക്കം തൊട്ട് വായിക്കാം. നിൻ കടൽ തൊട്ട് ഇവിടെ തൊള്ള രണ്ട് പ്രാവശ്യം വായിക്കാം. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ ടു വൺ ടു ഇതിൽ ചരണത്തിൽ വരുമ്പോൾ വാക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സ്വരങ്ങൾ നിസരി നിസരി ഗമ നിസരി ഗമ ഗരി അങ്ങനെ
വൺ ടു വൺ ടു നിസ രി ഗ ഗ ഗ ഗ മ ഗ ഗ പ പ മ ഗ മ ഗ രി രി. വൺ ടു അങ്ങനെ 2 തവണയും വരുന്നത് ചരണം വരുമ്പോൾ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ് പോകുന്നത് ആ വരിയുടെ അനുസരിച്ച്. അത് കഴിഞ്ഞിട്ട് വൺ ടു കുശലം വൺ ടു സഗസ സഗസ വൺ ടു കുശലം വൺ ടു സഗസ സഗസ വൺ ടു ചോദിപ്പൂ ചോദിപ്പൂ നിരി നീ നിരി നീ പ ചോദിപ്പൂ നിരി നീ പ. വൺ ടു നേറുകയിൽ അതതിന് വൺ സാഗസ സാഗസ വൺ ടു സാഗസ സാഗസ വൺ ടു നേറുകയിൽ വൺ ടു തഴുകി സനി പ മഗ സനി പ വലിയ തന്നെ സനി പ മഗ തഴുകി സനി പ മഗ. നെറുകയിൽ തഴുകി വൺ ടു കുളിർ പകരും പനിനീർക്കാറ്റും കുളിർ പകരും ഗമപ പമ കുളിർ പകരും ഗമപ പമ കുളിർ പകരും പനിനീർക്കാട്ടിൽ മപദാദസപ പനിനീർക്കാട്ടിൽ മപദാ ചെറിയ മായാണല്ലോ മപദാദസപ അത് ചിലപ്പോൾ മപദാധനിപ അങ്ങനെ തോന്നുന്നുണ്ട് മപദാധനിപ. അപ്പൊ ആദ്യം മപദാധനി ചെരിനി മപദാധനിപാദം രണ്ടാമത് മപദാദസപ അങ്ങനെ വയ്ക്കാം. അപ്പൊ കുളിർ പകരും പനിനീർക്കാട്ടിൽ. അങ്ങനെ ഒന്ന് വയ്ക്കാം 3 4. ഇത്രയാണ് അനുപല്ലവി. ഇതെല്ലാം ഈ രണ്ട് വരി റിപ്പീറ്റേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ മൊത്തം ഒന്ന് വായിച്ചു നോക്കാം ഓർഡറിൽ. 1 2 3 1 2 3 1 2.
ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നേരെ പല്ലവിയാണ്. ഇതൊന്നുകൂടി അത് വായിച്ചു നോക്കാം. 1 2 3 1 2 3 1 2. അങ്ങനെ ഇടയ്ക്കുള്ള പല്ലവി ഒരു തവണ വരും. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ചരണം സെയിം വരും. അപ്പോഴാണ് ആ ചെറിയ ചേഞ്ച് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പല്ലവി ആദ്യത്തെ പോലെ തന്നെ ഒരു തവണയെ തോന്നുന്നു. അങ്ങനെ ഒരു തവണ പല്ലവി പാടി നിർത്തി കഴിയുമ്പോൾ പാട്ട് തീരും. ഇതാണ് ഈ ഗാനത്തിൻ്റെ സ്വരങ്ങൾ. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാവാത്ത ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ച് സംശയങ്ങളെല്ലാം തീർക്കേണ്ടതാണ്. കൂടാതെ നിങ്ങൾക്ക് ഫ്ലൂട്ട് ക്ലാസിക്കലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനിയും ചേർത്തിട്ടാണ് ഞാൻ, അതായത് ഫ്ലൂട്ടിൽ കേൾക്കാൻ സുഖമുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അത് ഫുൾ റേഞ്ചിലാണ്. 2 ഫിംഗറിങ്ങിൽ താഴത്ത് 7 ഹോള്, ഗാന്ധാരം മുതൽ മുകളിൽ മധ്യമം കൂടാതെ പഞ്ചമം കൂടി നിങ്ങളെ ഒരു ഫിംഗറിങ്ങിൽ ഞാൻ പഠിപ്പിച്ചു തരും. അപ്പോൾ താഴത്ത് ഗാന്ധാരം മുതൽ മുകളിൽ പഞ്ചമം വരെയാണ് എൻ്റെ ക്ലാസ്സുകളും പരീക്ഷകളും എല്ലാം. കർണാട്ടിൻ്റെ പരീക്ഷകളാണ് ഞാൻ മെയിനായിട്ട് തുടങ്ങുന്നത്. പിന്നെ ഞാൻ കമ്പോസ് ചെയ്ത ഒരു 150 കോമ്പോസിഷൻസ് ഉണ്ട്. അതാണ് നിങ്ങളെ പഠിപ്പിക്കുക. 8 കാലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈക്ക് നല്ല സ്പീഡും കിട്ടും. താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ ഇതിഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാ കുട്ടികളിലേക്ക് എത്തിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കണം. ഇനി 89ാമത്തെ ഒരു ഗാനവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.